ഹലോ മാഷ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോളജിയിൽ ബാക്കി ഭാഗം തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദഹന വ്യവസ്ഥയിലെ താളപ്പിഴകൾ. അൾസർ മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കുന്നു. ഇത് അൾസറിന് കാരണമാകുന്നു. മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കുന്നു. ഇത് അൾസറിന് കാരണമാകുന്നു. കരൾവീക്കമോ? അമിതമായ മദ്യപാനം കരൾവീക്കത്തിന് കാരണമാകുന്നു. വായ്, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാകുന്നു. മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്നു. ത്വക്ക്, കണ്ണ് തുടങ്ങിയവ പിത്തരസത്തിലെ വസ്തുക്കൾ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി മഞ്ഞ നിറമാകുന്നു. ഛർദി ആമാശയത്തിനുള്ളിലെ പദാർത്ഥങ്ങൾ വായിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇതൊരു റിഫ്ലക്സ് പ്രവർത്തനമാണ്. മെഡുല്ലയിലെ ഉദ്ദീപന കേന്ദ്രമാണ് ഛർദി നിയന്ത്രിക്കുന്നത്. ഛർദിക്കുന്നതിന് മുമ്പായി മനംപിരട്ടൽ അനുഭവപ്പെടാറുണ്ട്. വയറിളക്കം അസാധാരണവും തുടർച്ചയായും ഉണ്ടാകുന്ന ഉദര ചലനങ്ങളും മലത്തിൽ ജലാംശം കൂടുന്നതുമാണ് വയറിളക്കം എന്ന രോഗത്തിന് കാരണം. ഇത് ആഹാര പദാർത്ഥങ്ങളുടെ ആഗിരണം കുറയ്ക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് അൾസർ ആണ്. പിന്നെ കരൾവീക്കം, മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടേസ്, ഛർദി, വോമിറ്റിംഗ്, വയറിളക്കം, ഡയേറിയ. അൾസർ എങ്ങനെയാണ്? മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കുന്നു. ഇത് അൾസറിന് കാരണമാകുന്നു. കരൾവീക്കം അമിതമായ മദ്യപാനം കരൾവീക്കത്തിന് കാരണമാകാറുണ്ട്. വായി, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാകുന്നു. മഞ്ഞപ്പിത്തമോ? കരളിനെ ബാധിക്കുന്നതാണ് മഞ്ഞപ്പിത്തം. ത്വക്ക്, കണ്ണ് തുടങ്ങിയവ പിത്തരസത്തിലെ വർണ്ണവസ്തുക്കൾ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? മഞ്ഞ നിറമാകുന്നു അല്ലെ. ഛർദി, വോമിറ്റിംഗ് എങ്ങനെയാണ്? ആമാശയത്തിനുള്ളിലെ പദാർത്ഥങ്ങൾ വായിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇതൊരു റിഫ്ലക്സ് പ്രവർത്തനമാണ്. എന്താണ് റിഫ്ലക്സ് പ്രവർത്തനം? ഛർദി അല്ലെ. മെഡുല്ലയിലെ ഉദ്ദീപന കേന്ദ്രമാണ് ഛർദി നിയന്ത്രിക്കുന്നത്. ഛർദി നിയന്ത്രിക്കുന്നത് ഏതാണ്? മെഡുല്ലയിലെ ഉദ്ദീപന കേന്ദ്രം അല്ലെ. ഛർദിക്കുന്നതിന് മുമ്പായിട്ട് എന്തുണ്ടാവാറുണ്ട്? മനം പിരട്ടൽ അനുഭവപ്പെടാറുണ്ട്. വയറിളക്കം അസാധാരണവും തുടർച്ചയായും ഉണ്ടാകുന്ന ചലനങ്ങളും മലത്തിൽ ജലാംശം കൂടുന്നതുമാണ് വയറിളക്കം എന്ന രോഗത്തിന് കാരണം. ഇത് ആഹാര പദാർത്ഥങ്ങളുടെ ആഗിരണം കുറയ്ക്കുന്നു. മലബന്ധം മലാശയത്തിൽ കെട്ടി നിൽക്കുന്നു. ക്രമരഹിതമായ ഉദരചലനങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. മലബന്ധം എന്തുണ്ടാവാറുണ്ട്? മലാശയത്തിൽ കെട്ടി നിൽക്കുന്നു. ക്രമരഹിതമായ ഉദരചലനങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ ഉണ്ടാകുന്നതാണ് ദഹനക്കേട് ഉണ്ടാവാറുണ്ട് അല്ലെ. ആഹാരം ദഹിക്കാതിരിക്കുകയും വയറു നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നതാണ് ദഹനക്കേട്. ആഹാരം ദഹിക്കാതിരിക്കുകയും വയറു നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നു. ഇതാണ് ഇൻഡൈജഷൻ. ആവശ്യമായ അളവിൽ രാസാഗ്നി സ്രവിക്കാതിരിക്കുക, ഉത്കണ്ഠ, ഭക്ഷ്യ വിഷബാധ, അമിതാഹാരം, എരിവ് കൂടിയ ഭക്ഷണം എന്നിവ ദഹനക്കേട് ഉണ്ടാകാൻ കാരണമായി തീരുന്നു. അപ്പൊ ദഹനക്കേട് എന്താണ്? ഇൻഡൈജഷൻ. ആഹാരം ദഹിക്കാതിരിക്കുകയും വയറ് നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നതാണ് ദഹനക്കേട്. ആവശ്യമായ അളവിൽ രാസാഗ്നി സ്രവിക്കാതിരിക്കുക, ഉത്കണ്ഠ, ഭക്ഷ്യ വിഷബാധ, അമിതാഹാരം, എരിവ് കൂടിയ ഭക്ഷണം എന്നിവ ദഹനക്കേട് ഉണ്ടാകാൻ കാരണമായി തീരുന്നു. അടുത്തതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോർ ചാർട്ട് താഴെ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഇതാണ് പറഞ്ഞത്. അപ്പോൾ പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം എന്നിങ്ങനെയാണ്. ഓപ്ഷൻ ബിയിൽ ആഹാര സ്വീകരണം, സ്വാംശീകരണം, ദഹനം, ആഗിരണം, വിസർജനം. ഓപ്ഷൻ സിയിൽ സ്വാംശീകരണം, ആഹാര സ്വീകരണം, ആഗിരണം, ദഹനം, വിസർജനം എന്നാണ്. ദഹനം, വിസർജനം, ആഹാര സ്വീകരണം, ആഗിരണം, സ്വാംശീകരണം. നമുക്ക് ഫുഡ് കഴിക്കുന്നതുമായിട്ട് ഒന്ന് ബന്ധിപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഏറ്റവും ആദ്യം ഏതാണ് വരിക? ആഹാര സ്വീകരണമാണ് വരിക അല്ലെ. അതുപോലെ ഏറ്റവും അവസാനം എന്താണ് വരിക? വിസർജനമാണ് വരിക. അപ്പൊ ഇത് രണ്ടും നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ള ഓപ്ഷൻസിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും എന്നല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി അല്ലെ. പിന്നെ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ആഹാര സ്വീകരണത്തിന് ശേഷം ദഹനമാണ് വരുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എങ്ങനെയാണ്? ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം എന്നിങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് UP സ്കൂൾ ടീച്ചർ 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടാൽ അതിൽ ദഹന വ്യവസ്ഥ എന്നുള്ളതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ആഹാര സ്വീകരണമാണ്. പിന്നെയോ സങ്കീർണമായ ആഹാരപദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അടുത്തത് ഡൈജഷന്. ഫസ്റ്റ് ഇഞ്ചക്ഷൻ ആയിരുന്നു. പിന്നെ ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. അതുപോലെ അതിലെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് എന്ത്? ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഇതാണ് ദഹന വ്യവസ്ഥയുടെ ശരിയായിട്ടുള്ള ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഒന്നും കൂടെ, ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. അടുത്തത് കുറച്ച് SSCRT ക്വസ്റ്റ്യൻ ഉണ്ട്. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുക എന്നതാണ്. ഇവിടെ നോക്കാം. പാൻക്രിയാറ്റിക് അമിലേസ് കൊടുത്തിട്ടുണ്ട്, പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊടുത്തിട്ടുണ്ട്, സലൈവറി അമിലോസ്, അതുപോലെ ട്രിപ്സിൻ. ഇത് 4ആണ് കൊടുത്തിട്ടുള്ളത്. പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, സലൈവറി അമിലോസ്, ട്രിപ്സിൻ. ഇതേതാണ്? സലൈവറി അമിലേസ് ആണ് ഒറ്റപ്പെട്ടത്. എന്തുകൊണ്ടാ? മറ്റുള്ളവയെല്ലാം പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നികളാണ് അല്ലെ. അപ്പൊ ഇതിൽ ഒറ്റപ്പെട്ടത് സലൈവറി അമിലേസ് ആണ്. മറ്റുള്ളവയെല്ലാം എന്താണ്? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നികളാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, സലൈവറി അമിലോസ്, ട്രിപ്സിൻ എന്നിവയായിരുന്നു കൊടുത്തത്. അതിൽ ഒറ്റപ്പെട്ടത് സലൈവറി അമിലേസ് ആണ്. മറ്റുള്ളവയെല്ലാം എന്താണ്? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നികളാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ എന്തായാലും എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്നാലേ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ പതിയുകയുള്ളൂ കേട്ടോ. അടുത്തത് ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുക എന്നതാണ്. ഉളിപ്പല്ല്, അഗ്ര ചർവണകം, ചർവണകം, ഡെൻറ്റെയിൻ. എന്താണ്? ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുക എന്നതായിരുന്നു ക്വസ്റ്റ്യന്. കൊടുത്തത് ഏതൊക്കെയാണ്? ഉളിപ്പല്ലുണ്ട്, അഗ്ര ചർവണകമുണ്ട്, ഡെൻറ്റെയിൻ ഉണ്ട്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഡെൻറ്റെയിൻ ആണ്. മറ്റുള്ളവ എന്താണ്? വിവിധ തരം പല്ലുകളാണ്. ഉളിപ്പല്ല്, അഗ്ര ചർവണകമൊക്കെ എന്താണ്? വ്യത്യസ്ത തരം പല്ലുകളാണ്. അപ്പൊ ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഡെൻറ്റെയിൻ ആണ് അല്ലെ. മൂന്നാമത്തതും ഒറ്റപ്പെട്ടത് തന്നെയാണ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുക എന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് അന്നനാളം, ശ്വസനനാളം, ആമാശയം, പക്വാശയം എന്നിവയാണ്. ഇവിടെ ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ശ്വാസനാളാണ് അല്ലെ. എന്തുകൊണ്ടാണ്? മറ്റുള്ളവ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. അന്നനാളം, ആമാശയം, പക്വാശയം ഒക്കെ ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ്. ശ്വസനനാളം എന്തല്ല? ശ്വാസനാളം ദഹന വ്യവസ്ഥയുടെ ഭാഗമല്ല. അടുത്തത് പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക എന്നതാണ്. ഓപ്ഷൻ 1 കൊടുത്തിട്ടുള്ളത് കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ്. 2 രാസാഗ്നികൾ കാണപ്പെടുന്നു എന്നാണ്. 3 ആമാശയത്തിലേക്ക് സ്രവിക്കപ്പെടുന്നു. 4 കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് കേട്ടോ. ഒന്ന് ഏതാണ്? കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. 2 രാസാഗ്നികൾ കാണപ്പെടുന്നു. 3 ആമാശയത്തിലേക്ക് സ്രവിക്കപ്പെടുന്നു. 4 കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായത്, അതുപോലെ ഓപ്ഷൻ വേറെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ A, B, C, D. ഓപ്ഷൻ A പറയുന്നത് 1ഉം 2ഉം ശരിയാണെന്നാണ്. ഓപ്ഷൻ B പറയുന്നത് 1ഉം 4ഉം ശരിയാണെന്ന്. ഓപ്ഷൻ C 2ഉം 4ഉം. ഓപ്ഷൻ D 3ഉം 4ഉമാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് റിമൂവ് ചെയ്യാം. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ, പിത്തരസം അല്ലേ. അപ്പോൾ ഓപ്ഷൻ 1 കൊടുത്തിട്ടുള്ളത് എയിലും ബിയിലും മാത്രമേ ഉള്ളൂ. സിയും ഡിയും ഓപ്ഷൻ 1 കൊടുത്തിട്ടില്ല. 1 എന്ന് പറഞ്ഞിട്ടില്ല, കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് സിയും ഡിയും റിമൂവ് ചെയ്യാം. പിന്നെ ഉള്ളത് 1ഉം എയും ബിയുമാണ് അല്ലേ. എയിൽ എന്താണ്? 1ഉം 2ഉം ആണ്. രാസാഗ്നികൾ കാണപ്പെടുന്നു എന്നാണ് ഓപ്ഷൻ എയിൽ രണ്ടാമത്തത് പറയുന്നത്. അത് തെറ്റല്ലേ അല്ലേ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 4ഉമാണ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു, അതുപോലെ കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ.
അടുത്തൊരു ക്വസ്റ്റ്യൻ, ബോക്സിൽ നൽകിയിട്ടുള്ള വസ്തുതകളെ മാതൃക പോലെ ജോഡികളാക്കുക എന്നതാണ്. മാതൃക കൊടുത്തിട്ടുള്ളത് ഉമിനീര്, സലൈവറി, അമിലേസ് എന്നാണ്. അപ്പൊ ഇനിയിപ്പോ കുറച്ച് കാര്യങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. ആമാശയം, ആഗ്നേയരസം, ഉമിനീര്, പെപ്സിൻ, ആന്ത്രരസം, സലൈവറി, അമിലേസ്, പെപ്റ്റിഡേസ്, ട്രിപ്സിൻ എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉമിനീര്, സലൈവറി, അമിലേസ് ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കാനുള്ളത് രസം വരുന്നത് പെപ്സിനും ആഗ്നേയരസം വരുന്നത് ട്രിപ്സിനുമാണ്. ഒന്നുകൂടെ, ആമാശയരസം വരുന്നത് പെപ്സിനും ആഗ്നേയരസം വരുന്നത് ട്രിപ്സിനുമാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആമാശയരസം വരുന്നത് പെപ്സിൻ, ആഗ്നേയരസം വരുന്നത് ട്രിപ്സിൻ, അതുപോലെ തന്നെ ഉമിനീർ വരുന്നത് സലൈവറി അമിലേസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. അടുത്തത് ഒരു വിസർജന വ്യവസ്ഥ എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കാണ്. അത് ഞാൻ വേറെ തന്നെ ഒരു ക്ലാസ് ആയിട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ LP, UP, PSC, LDC, LGS ഒക്കെ അങ്ങനത്തെ പോലത്തെ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.